ഹായ്, ഞാൻ അതില്ല. നമുക്കിന്നൊരു സ്ഥലം വരെ പോയാലോ? അപ്പോൾ ഫറോക്ക് കടലുണ്ടിയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. 28 രൂപയാണ് മാനാഞ്ചിറയിൽ നിന്ന് ടിക്കറ്റിന്. അപ്പോൾ കടലുണ്ടി എത്തിയിട്ട് അവൾ എന്നെ വിളിക്കാൻ വന്നു. അവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. കടലുണ്ടി പക്ഷി സങ്കേതത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ തന്നെ ബോർഡൊക്കെ ഉണ്ടാവും. അവിടെ 20 രൂപ ടിക്കറ്റ് എടുക്കണം. പിന്നെ ബോട്ടിന് എക്സ്ട്രാ വേറെ പൈസയുണ്ട് കേട്ടോ. 800 റുപ്പീസാണ്. 8 പേരാണ് ഉണ്ടാവുക ഒരു ബോട്ടിൽ. അപ്പം ഞാനിവിടെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സൺഡേ പോയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ പേര് കൊടുത്തിട്ട് നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ്. എന്താ ഞാൻ കയറാണ്. അപ്പോൾ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തരും. എന്നിട്ട് അതിട്ടിട്ട് ഇങ്ങനെ എനിക്ക് ഫസ്റ്റ് കയറിയപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു തവണ വന്നതാണ്, എന്നാലും ഒരു ടെൻഷൻ. നോക്കിയേ വ്യൂ നോക്കിയേ, എന്ത് രസമാണെന്നറിയോ. നീല ആകാശം, മേഘങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു ഈവനിങ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഉള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. ഞങ്ങളന്ന് പോയപ്പം ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ സംസാരിച്ചൊക്കെ ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ നോക്കിയേ, അവിടെ തൊട്ടടുത്ത ബോട്ടിൽ അവിടെ ആൾക്കാർക്ക് സർബത്തും ലൈമും ഒക്കെ അപ്പം തന്നെ കഴിക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു, ഞാൻ കഴിച്ചില്ല. പക്ഷേ നോക്കിയേ ഈ വ്യൂ എന്തൊരു ഭംഗിയാ. ഞങ്ങൾ നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാണ്ടോ മാൻഗ്രോവ്സ്, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകും കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് കുറച്ചൊരു വേലിയിറക്കമുള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. പക്ഷെ അവർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മെല്ലെ പോവാണ്. അപ്പോൾ അതാ ഞങ്ങൾ ആ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെ പോവാണ്. ഓക്കെ, എന്ത് രസമാണെന്നറിയോ. വേരൊക്കെ ഇങ്ങനെ മുകളിൽ നിന്നാണ് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ ആ ആകാശമൊക്കെ ഇങ്ങനെ കണ്ടു. എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ ആകാശമൊക്കെ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ ഈ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളൊരു ഈവനിങ് ടൈം പോയതുകൊണ്ട് നല്ലൊരു ഗോൾഡൻ അവറൊക്കെ ഉണ്ടായിരുന്നു. നോക്കിയേ പച്ച കളർ തത്തയാട്ടോ അത്. ആ പാറന്നെ കുഞ്ഞു കുഞ്ഞു കിളികളായിരുന്നു. പിന്നെ പല ടൈപ്പ് മാൻഗ്രോവ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഈവനിങ് വെയിലില്ലേ, അങ്ങനെയായിരുന്നു. ഈ മാൻഗ്രോവ്സ് നോക്കിയേ, ഒരു മുള്ളു പോലെയാണ് അതുള്ള കാണാൻ വേണ്ടിയിട്ട്. ആകാശം എന്ത് രസമാണെന്നറിയോ. ഫുള്ള് മഞ്ഞക്കെട്ടുകളൊക്കെ ആയിട്ട് ഈ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. 1 hour നമുക്ക് വെള്ളത്തിലൂടെ അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ.